അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ടാങ്ക് ഏകദേശം നല്ല പച്ച കളറായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ആൽഗെ ആക്കാം എന്നാണ് പറയുന്നത്. എന്തിനാണ് ആൽഗെ ആക്കുന്നത്, ആൽഗെ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, എന്തൊക്കെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ നമുക്ക് ആദ്യം നോക്കാവേ. അപ്പോൾ ആൽഗെ ആക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനിൻ്റെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയും, സ്ട്രെസ്സില്ല കുറച്ച് കിടക്കുന്ന മര ഞാൻ മെയിൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറലായിട്ടൊരു വൈബ് കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വെയിലത്ത്, ഓവറായിട്ടല്ല, കുറച്ച് വെയിലത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു നമ്മുടെ ടാങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ വെയിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ആൽഗെ പിടിക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് സക്കർ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ആൽഗെ വരത്തില്ല. അത്യാവശ്യം സൈസുള്ളൊരു സക്കർ ആയതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റി. ഇപ്പോൾ ആൽഗെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഒരു തുണിയിലേക്ക് ഇട്ട് ഞാനിങ്ങനെ സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മൊത്തം സ്പ്രെഡാവും, അഴുക്കാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും, മാത്രമല്ല സ്മെല്ലും ആകും. അതുകൊണ്ട് തുണിക്കകത്ത് കെട്ടി ചാണകം ഉണക്കിയ ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ആര്യവേപ്പിൻ്റെ ഉണങ്ങിയ ഇല പൊടിച്ചിട്ട് കഴിഞ്ഞാലും കളറാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഇതെനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലപോലെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ആക്കിക്കാനുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീനിൻ്റെ സ്ട്രെസ്സ് കുറയും. പിന്നെ അതുപോലെ തന്നെ രാവിലെ സമയങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഓക്സിജൻ കിട്ടാനുള്ള ചാൻസൊക്കെ കൂടുതലുണ്ടോ നാച്ചുറലായിട്ടുള്ളത്. പക്ഷേ രാത്രി തിരിച്ചായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ വലിയ കുഴപ്പമില്ല. നമ്മുടെ മുഷിയൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ അതിജീവിച്ച് പോകുന്ന മീനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ടാങ്കിൽ ആൽബിനോ ക്യാറ്റ് ഫിഷും ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുമാണ് നമ്മളിപ്പോൾ അത് വളർത്തുന്നത്. റെഡ് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മറ്റൊരു ടാങ്കുണ്ട്. അപ്പം അതിലും കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അതിൽ കിടക്കുന്ന നട്ടറാണ്. വാഹ ഉണ്ടായിരുന്നു, പക്ഷേ വാഹ നമ്മൾ നട്ടർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാഹ ഡെഡ് ആയിട്ടുണ്ട്, വാഹ കഴിച്ചിട്ടുണ്ടായിരുന്നു കുമാർ. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് വീഡിയോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടി, ഒരു നാച്ചുറൽ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ. ഈ വെള്ളം എപ്പോഴും അറിയാമല്ലോ, മുഷിയുടെ വെള്ളം ആകുമ്പോഴത്തേക്കിന് എപ്പോഴും കലങ്ങി കിടക്കും. മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റും കലക്കെ ആയതുകൊണ്ടിട്ടൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ എന്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കോഴിക്കോടലോ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് കൊടുക്കുന്നത്. ആ കഴിച്ചതിന് ശേഷം ബാക്കി വൃത്തിയാക്കുകയും ചെയ്യുന്നത്.